ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ എയർഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഇതിന് പഠിക്കാൻ ആവശ്യമുള്ള മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ അടങ്ങിയ മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാം. ഇതിനു മുമ്പ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഈ വീഡിയോന്റെ അവസാനത്ത് ഇപ്പം നമ്മൾ 1000 GK ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം. ഈ വീഡിയോന്റെ ഏറ്റവും അവസാനം നിങ്ങൾ പോയാൽ അവിടെ കാണാൻ സാധിക്കും. അവിടെ അതിന്റെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ആർമിക്ക് വേണ്ടി വാങ്ങി പഠിച്ചവർക്ക് എങ്ങനെ അത് പ്രയോജനപ്പെട്ടു എന്നുള്ള കാര്യം അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ എന്തായാലും നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. GK വേണമെങ്കിൽ എയർഫോഴ്സിന് GK ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ്. എന്തായാലും നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ആദ്യം ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ എയർഫോഴ്സ് ആണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ആണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 02/2026 നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അഗ്നിപത്ത് സ്കീമാണ്, 4 വർഷത്തേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അതായത് ജോബാണ് അല്ലെങ്കിൽ സർവീസ് ആണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, 4 വർഷം കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് ലീവ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആദ്യമായിട്ട് നിങ്ങൾ എയർഫോഴ്സിന്റെ അഗ്നിവീറിനെ കുറിച്ച് അറിയുന്നവരാണെങ്കിലും ഈ വീഡിയോ കാണുന്നതിലൂടെ മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. സോ ആദ്യം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. എന്താണ് അഗ്നിപത്ത്, കാര്യങ്ങളെല്ലാം ഇതിലൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ആദ്യം തന്നെ ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 11 ജൂലൈ 2025 മുതലാണ്. ഏകദേശം നിങ്ങൾക്ക് 31 ജൂലൈ 2025 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ പ്രോപ്പർ ആയിട്ടൊന്ന് നോക്കിയാൽ മതി. അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്ക് ഉണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന് അപേക്ഷിക്കേണ്ട പ്രായപരിധി നോക്കുകയാണെങ്കിൽ 2 ജൂലൈ 2005 2 ജാനുവരി 2009 ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പർ ഏജ് ലിമിറ്റ് 21 വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. ആദ്യം തന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മിനിമം +2 ഉണ്ടെങ്കിൽ വരെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ആദ്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സയൻസ് സബ്ജക്ട്, സയൻസ് എടുത്ത് പഠിച്ചവരുടേതാണ് ആദ്യം പറയുന്നത്. നിങ്ങൾക്ക് +2 വേണമെന്ന് പറയുന്നുണ്ട്. +2 മാത്സ്, ഫിസിക്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 50% മാർക്കോട് കൂടി നിങ്ങൾ +2 വിജയിച്ചിരിക്കണം ഈ സബ്ജക്ട് എടുത്ത് പഠിച്ചിട്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പെർട്ടിക്കുലർ സബ്ജക്റ്റിന് മാത്രമായിട്ട് 50% സ്പെഷ്യലി അതിനുവേണ്ടി മാത്രം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിൽ 50% മാർക്ക് വേണം. പിന്നെ ഓൾറൗണ്ട് നിങ്ങൾ പാസ്സാകുമ്പോൾ 50% മാർക്ക് +2 വേണം. ഇനി അങ്ങനെ നിങ്ങൾക്ക് +2 ഇല്ല, നിങ്ങൾ ഡിപ്ലോമ എടുത്തവരാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 ഇയർ ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി എഞ്ചിനീയറിംഗിലാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ അല്ലെ കമ്പ്യൂട്ടർ സയൻസ്, അതുമല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം. 50% മാർക്കോട് കൂടി നിങ്ങൾ ഡിപ്ലോമ പാസ്സായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ 50% മാർക്ക് ഇംഗ്ലീഷിലും വേണം. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഡിപ്ലോമയിൽ ഇംഗ്ലീഷ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഇന്റർമീഡിയറ്റ് നിങ്ങളുടെ 10ാം ക്ലാസ് മെട്രിക്കുലേഷൻ ലെവലിൽ നിങ്ങൾക്ക് എന്താണ് ഇത് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അതിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഡിപ്ലോമ എന്ന് പറയുന്ന കോഴ്സിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് +2ലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ ഇംഗ്ലീഷ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിപ്ലോമയിൽ ഇവിടെ കാണാൻ സാധിക്കും ഇഫ് ഇംഗ്ലീഷ് ഇസ് നോട്ട് എ സബ്ജക്ട് ഇൻ ഡിപ്ലോമ കോഴ്സ്. ഡിപ്ലോമ കോഴ്സിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്ട് അല്ലെങ്കിൽ മാത്രം, ഡിപ്ലോമ കോഴ്സിൽ ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഡിപ്ലോമയിൽ തന്നെ 50% മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ആ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് വിത്ത് നോൺ വൊക്കേഷണൽ സബ്ജക്ട് ഫിസിക്സ് മാത്തമാറ്റിക്സോട് കൂടി ഉണ്ടെങ്കിൽ, മാത്സോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എന്ത് വേണം, 50% മാർക്കോട് കൂടി ആ ഒരു കോഴ്സ് നിങ്ങൾ പാസ്സായിരിക്കണം. കൂടാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 50% മാർക്കും കൂടി സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ല എന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ ടേം തന്നെ, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ ലെവൽ 10 +2ലൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ 50%, അതിലേതെങ്കിലും ഒന്നിൽ 50% സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അത് ഇൻ ദി കേസ് ഓഫ് നമ്മുടെ ഈ ഒരു വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ മാത്രമാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് സയൻസ് സബ്ജക്ട് അല്ലാതെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത് പഠിച്ചവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയാണ് അടുത്ത് പറയുന്നത്. അതർ ദാൻ സയൻസ് സബ്ജക്ട് അവിടെ നിങ്ങൾക്ക് വേണ്ടത് മിനിമം +2 മതി. +2 പാസ്സായാൽ മാത്രം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് 50% മാർക്കോട് കൂടി പാസ്സാവണം +2 കേട്ടോ. പിന്നെ അതുപോലെ തന്നെ +2ൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. +2ൽ അധിക സ്ട്രീമിലും ഇംഗ്ലീഷ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്താണ് 50% മാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ +2
+2 50% മാർക്കോടുകൂടി പാസ്സാണ്, ഇംഗ്ലീഷിൽ 50% മാർക്കാണ്. അങ്ങനെ അങ്ങ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സയൻസ് ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഇനി പിന്നെ നിങ്ങൾക്ക് +2 അല്ല, നിങ്ങൾ പഠിച്ചുള്ള 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് ആണെങ്കിൽ അങ്ങനെ അപേക്ഷിക്കാം. അവിടെ നിങ്ങൾക്ക് എന്താണ് 50% മാർക്ക് വേണം, 50% മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായിരിക്കണം. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിനും 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 50% മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലോ ഇന്റർമീഡിയറ്റ് ലെവലിലൊക്കെ 50% മാർക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിലുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അപേക്ഷിക്കാനായിട്ട് ഇതിന് മിനിമം ഹൈറ്റ് ആൺകുട്ടികൾക്ക് 152 സെന്റിമീറ്റർ വേണം, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അറൌണ്ട് 152 സെന്റിമീറ്റർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാവുന്നതാണ്. അഗ്നിവീർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. അഗ്നിവീറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പ് പറഞ്ഞതാണ്. മുമ്പോട്ടേക്ക് ഞാൻ എന്നാലും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫോർ മെയിൽ കാൻഡിഡേറ്റ് ചെസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചെസ്റ്റ് ഏകദേശം 77 സെന്റിമീറ്റർ വേണം, 5 സെന്റിമീറ്റർ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ വേണം എന്നും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ഫീമെയിൽസിന് 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ ഹിയറിംഗ്, ഡെന്റൽ പോയിന്റ്സ് ഇതൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. അതായത് മെഡിക്കലി ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം. ഒരു യൂണിഫോം പോസ്റ്റ് ആണ്, അതുകൊണ്ട് മെഡിക്കലി ഫിസിക്കലി നിങ്ങൾ ഫിസിക്കലി മെഡിക്കലി ഫിറ്റ് ആയിരിക്കേണ്ട ഒരു ആവശ്യകത കൂടി ഇവിടെ ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി എന്താണ് അഗ്നിവീർ എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 4 വർഷത്തേക്കാണ് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 4 വർഷത്തിൽ 1 വർഷം നിങ്ങൾക്ക് 30 ലീവൊക്കെയാണ് കിട്ടുക, അതായത് 1 മാസമാണ് ലീവ് കിട്ടുക. സോ ഇവിടെ നിങ്ങൾക്ക് സാലറി സ്കെയിൽ കാണാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ വർഷം നിങ്ങൾക്ക് 30,000 സാലറി ഉണ്ടാവും, പക്ഷേ നിങ്ങളുടെ കയ്യിൽ 21,000 മാത്രമേ ലഭിക്കത്തുള്ളൂ. 9,000 ഗവൺമെന്റ് പിടിച്ചു വെക്കും, 9,000 ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടാണ് കേട്ടോ. അത് ഏകദേശം 5 ലക്ഷത്തിന്റെ അടുത്ത് വരും. അതുപോലെ തന്നെ ആഡ് ചെയ്യുന്ന ഫണ്ടൊക്കെ കൂടിയിട്ട് ഒരു 5 ലക്ഷം. ലാസ്റ്റ് നിങ്ങൾ ഈ 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് നിങ്ങൾക്ക് 10-11 ലക്ഷം രൂപേൻ്റെ അടുത്ത് ഒരു എമൗണ്ട് കിട്ടും. 10-11 ലക്ഷം അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് സേവാനിധിയിൽ നിന്ന് ഗവൺമെന്റ് ആഡ് ചെയ്യുന്നതും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന എമൗണ്ട് ഒക്കെ കൂട്ടിയിട്ടാണ്. ആദ്യ വർഷം 30,000 ഉണ്ടാവും, പക്ഷേ 21 കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ വർഷം 33,000 ഉണ്ടാവും, 23,000 കിട്ടത്തുള്ളൂ. 23,100 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറയുന്നത്. 36,000 ഉണ്ടാവും, പക്ഷേ 25,000 കിട്ടുക. 40,000 ഉണ്ടാവും, 28,000 കിട്ടുക. ഒരു ഏകദേശ കണക്കാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സാലറീൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 4 വർഷത്തെ സർവീസ് കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങണം. എന്നിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ഫോഴ്സിലേക്കും മറ്റുള്ള ജോബിനും ട്രൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് റിസർവേഷനും കാര്യങ്ങളൊക്കെ വരുന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് നമ്മുടെ SSC GD കോൺസ്റ്റബിളിലൊക്കെ അഗ്നിവീർസിന് റിസർവേഷൻ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് എയർഫോഴ്സിന്റെ നിശ്ചിത ശതമാനം ആൾക്കാരെ എന്തായാലും അവിടെ പെർമനന്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അതും നമുക്ക് ഈ ഒരു സ്കീം വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു. ഇത്ര ശതമാനം ആൾക്കാരെ അവിടെ പെർമനന്റ് ആക്കും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സയൻസ് സബ്ജക്ട് എടുത്ത് പഠിക്കുന്ന അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ 60 മിനിറ്റിന്റെ ഒരു എക്സാം ഉണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്സ് മാത്സ് ആണ്. ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു എക്സാം ആണ് പറയുന്നത്. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 10+2 അതിന്റെ സയൻസ് സ്ട്രീമിന്റെ ആണ്. അതർ ദാൻ സയൻസ് സബ്ജക്ട് ആണെങ്കിൽ 45 മിനിറ്റിന്റെ ഒരു എക്സാം ആണ്. അവിടെ ഇംഗ്ലീഷ് ഉണ്ടാകുന്നതാണ് എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് ആണ് അവിടെ വരുന്നത്. സോ ജനറൽ അവയർനെസ് ഞാൻ പറഞ്ഞു, നമ്മളൊരു PDF കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വാങ്ങണം. നിങ്ങൾ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്, അതിന് ഏതൊക്കെയാണ് സിലബസ് വരിക, ആ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വാങ്ങണം. ഇനി സയൻസ് സബ്ജക്റ്റും അതർ ദാൻ സയൻസ് സബ്ജക്റ്റും രണ്ടും കൂടിയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ ആ ഒരു രീതിയിലാണെങ്കിൽ ടോട്ടൽ ഡ്യൂറേഷൻ ഫോർ ദി ഓൺലൈൻ എക്സാമിനേഷൻ ഷാൽ ബി 85 മിനിറ്റ് ആണ് പറഞ്ഞത്, രണ്ടും കൂടിയിട്ട്. അപ്പോൾ ഫിസിക്സ്, അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ് ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതിന്റെ കൂടെ എന്തുണ്ട്, റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 1 മാർക്ക് ഫോർ എവറി കറക്റ്റ് ആൻസറും, അതുപോലെ തന്നെ 0 മാർക്ക് ഫോർ അറ്റംപ്റ്റ്. അതായത് നിങ്ങൾ ഒന്നും ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ മാർക്കൊന്നും കിട്ടില്ല. ഒന്നും ടച്ച് ചെയ്യുക, അത് മീൻ ഒരു ചോദ്യം വന്നു, അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അറിയില്ലെങ്കിൽ അത് വിട്ട് കഴിഞ്ഞാൽ മാർക്ക് പോകത്തുമില്ല, കിട്ടത്തുമില്ല. നേരെ മറിച്ച് ഒരു ചോദ്യം നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ 0.25 മാർക്ക് ഷാൽ ബി ഡിഡക്റ്റഡ് ഫോർ ഈച്ച് റോങ് ആൻസേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓരോ ചോദ്യം നിങ്ങൾ തെറ്റിച്ചാൽ, ഒരു ചോദ്യം തെറ്റിച്ചാൽ ഈ ഒരു മാർക്ക് വെച്ച് നിങ്ങളുടെ കട്ടാവും. നേടിയ മാർക്ക് നിന്നാണ് അത് കട്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന്റെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ ഇതിന്റെ phase 2 ഉണ്ടാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, ഇപ്പം നടക്കുന്ന എയർഫോഴ്സിന്റെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്, അതായത് phase 2ന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇതിലൂടെ നോക്കി മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് കൂടാതെ അതിന് സെപ്പറേറ്റ് ആയിട്ട് എന്തൊക്കെയാണ് അതിൽ നടക്കുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും കാണുക, അതായത് ഇതിനെ അപേക്ഷിക്കുന്നവർ അത് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ്
അതായത് ഫേസ് 1 കഴിഞ്ഞാൽ ഫേസ് 2 നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഫേസ് 2 നടക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകേണ്ട രേഖകളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കളർ പ്രിന്റ് ഔട്ട് ഓഫ് ഫേസ് 2 അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും കൊണ്ടുപോകണം. അത് ആ സമയത്ത് അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായിട്ടൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഫേസ് 1 ഫേസ് 2 എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കൃത്യമായിട്ടുള്ള കൊടുക്കുന്നുണ്ട്. വെരിഫിക്കേഷൻ ഉണ്ടാവും, വെരിഫിക്കേഷനും കാര്യങ്ങളും അതൊക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടാവും. പിന്നെ ഫിസിക്കൽ ഉണ്ടാകുന്നതാണ്. ഫിസിക്കൽ എന്തൊക്കെ വരിക എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ 1600 മീറ്റർ ഓട്ടം അത് വരുന്നതാണ്. അത് ആൺകുട്ടികൾ ഏകദേശം വിത്തിൻ 7 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഫീമെയിൽസ് ആകുമ്പോൾ 8 മിനിറ്റ്സിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വിത്തിൻ 8 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ പുഷപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പുഷപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. 1 മിനിറ്റിലാണ് എടുക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 1 മിനിറ്റിൽ 10 പുഷപ്പ് എടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ 10 സിറ്റപ്സ് എടുക്കണം 1 മിനിറ്റിൽ. 20 സ്ക്വാട്സ് 1 മിനിറ്റിൽ എടുക്കണം. ഇവിടെ പറഞ്ഞത് ആൺകുട്ടികളുടേതാണ്. ഇനി പെൺകുട്ടികളുടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും 10 സിറ്റപ്സ് എടുക്കണം 30 സെക്കൻഡിലാണ് പറയുന്നത്. 1 മിനിറ്റ് ആൻഡ് 30 സെക്കൻഡ്സ് ആണ്. ഏകദേശം 1.5 മിനിറ്റിൻ്റെ അടുത്ത്. 1 മിനിറ്റ് 30 സെക്കൻഡിലുള്ള 10 സിറ്റപ്സ്, 15 സ്ക്വാട്സ് 1 മിനിറ്റിൽ എടുക്കണം. ഇതാണ് വനിതകൾക്ക് ഫിസിക്കലിൽ വരുന്നത്. പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വരുന്നുണ്ട്. ഫേസ് 2ലാണ്. ഫേസ് 2ൽ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വരും. അത് ആർക്കാ വരാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ പാസ്സായി. ഈ ഫിസിക്കൽ പാസ്സായ അടുത്ത സ്റ്റേജാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്. അത് പാസ്സാകുന്നവർക്കാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടാകുക. ഒബ്ജക്റ്റീവ് ടൈപ്പ്, റിട്ടൺ ടെസ്റ്റ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1ന്. അപ്പോൾ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് നിങ്ങൾ പാസ്സായി ആണെങ്കിൽ അവിടെ നിങ്ങളെ ഓഫീസേഴ്സ് നിങ്ങളെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കഴിവും കാര്യങ്ങളും അതൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. എന്താണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 2ലേക്ക് നിങ്ങൾ കടക്കും. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ഹു പാസ്ഡ് നമ്മുടെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1 വിൽ ഹാവ് ടു അണ്ടർടേക്ക് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടെസ്റ്റ് 1 പാസ്സായി ആദ്യം ഫിസിക്കലി, പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1ലേക്ക് വരുന്നു, പിന്നെ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 2ലേക്ക് വരുന്നു. ആ ഒരു രീതിയിലാണ് ഇത് പോകുന്നത്. അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 2ൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. എൻവിറോൺമെന്റ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് ആർ ഏബിൾ ടു അഡ്ജസ്റ്റ് ദി മിലിറ്ററി വേ ഓഫ് ലൈഫ്. ആ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഈ ഒരു മിലിറ്ററി വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുമോ, ഇത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്, അതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് ഫേസ് 3ലേക്ക് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഫേസ് 3ൽ നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ് വരുന്നത്. മെഡിക്കൽ നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്നതാണല്ലോ. മെഡിക്കൽ നിങ്ങളുടെ ഫുൾ ബോഡി ചെക്കപ്പും കാര്യങ്ങളും ഇതൊക്കെയാണ് വരുന്നത്. മെഡിക്കൽ ഫുള്ളി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഏകദേശം സെലക്ഷൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു എന്താണ് എയർഫോഴ്സിൻ്റെ അഗ്നിവീർ എന്ന് അറിയാത്തവർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല താഴെ ചോദിക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് വഴിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ലാസ്റ്റ് ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം 31 ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ 31 ജൂലൈക്ക് മുൻപ് എന്ത് ചെയ്യണം, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആരും ശ്രദ്ധിക്കാതെ പോകേണ്ട ഒരു കാര്യമാണ്, അതായത് എല്ലാവരും ശ്രദ്ധിക്കാതെ പോകരുത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിന് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. 550 രൂപ അപേക്ഷാ ഫീസുണ്ട്. പ്ലസ് GST കൂടി നിങ്ങൾ അപേക്ഷാ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കണം. ഇത്രയും ഒരു എമൗണ്ട് ഒക്കെ ഫീസ് അടച്ചിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്. അപ്പോൾ അപേക്ഷാ ഫീസ് ഉണ്ട്, എക്സാമിനേഷൻ ഫീസാണ്. ആ ഒരു ഫീസും കൂടി അടച്ചിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് GKൻ്റെ ആ ഒരു PDF-ൻ്റെ ഡീറ്റെയിൽസും കൂടി കാണാം. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ എയർഫോഴ്സിന് മാത്രമായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ലൈക്ക് PDF-ഉം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. പ്രധാനമായിട്ടും ഈ കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ 1000 GK ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റാണിത്. ഇന്ത്യൻ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതുപോലെ ബയോളജി ആൻഡ് എൻവിറോൺമെന്റ്, അതുപോലെ ആർട്ട്, കൾച്ചർ ആൻഡ് അവാർഡ്സ്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ഗവൺമെന്റ് സ്കീം ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ, അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും, പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ ഏകദേശം 1000 ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. GK എന്ന് ഹൈ ചാൻസ്, SSC പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 10 ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ 100 ചോദ്യം വെച്ച് പഠിക്കാം. ഒരു ദിവസം 100 പഠിക്കുന്നു, രണ്ടാമത്തെ ദിവസം 100 പഠിക്കുന്നു, മൂന്നാമത്തെ ദിവസം 100 പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 1000 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും. സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പ്
നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ആർമിയുടെ PDF നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ്. എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും. അവിടുന്ന് ഇതിൻ്റെ പേയ്മെന്റ് ഉണ്ട്, 99 രൂപയാണ്. അത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു PDF ലഭിക്കുന്നതായിരിക്കും. സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.